മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ എത്ര ദാഹത്തോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നും വിവിധങ്ങളായ പ്രാർത്ഥനാ സമൂഹങ്ങളും ഒറ്റയ്ക്കും ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമൊക്കെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. വചനത്തെ സ്നേഹത്തോടെ നമ്മൾ സ്വീകരിക്കണം. പ്രാർത്ഥനയോടെ നമ്മൾ സ്വീകരിച്ചാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ അലയൊലി ഉണ്ടാക്കും, അത്ഭുതങ്ങൾ ഉണ്ടാക്കും, വലിയ സന്തോഷം നമുക്ക് അവിടുന്ന് പ്രദാനം ചെയ്യും. ഇതാ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. മക്കളെ, നമ്മുടെ സന്തോഷത്തിൻ്റെ കേന്ദ്രം യേശുവായിരിക്കണം. യേശുവിന് മാത്രമേ യഥാർത്ഥമായ സന്തോഷം നൽകാൻ സാധിക്കുകയുള്ളൂ. യേശു തരുന്ന സന്തോഷം ആർക്കും നമ്മിൽ നിന്ന് എടുത്തുകൊണ്ടു പോകാൻ സാധിക്കുകയില്ല. യഥാർത്ഥമായ സന്തോഷം മകളെ, മകനെ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്കുള്ളത് അവരുമായി പങ്കുവെക്കാനും നീ പഠിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായ സന്തോഷം നിനക്ക് അനുഭവിക്കാം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അല്പം ഒന്ന് സഹിക്കാൻ സാധിക്കുമോ? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് വഴിമാറി കൊടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒന്ന് തോറ്റു കൊടുക്കാനാകുമോ? ഒന്ന് നഷ്ടപ്പെടുത്താനാകുമോ? അല്പം വേദനിക്കാൻ സാധിക്കുമോ? ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ സാധിക്കുമോ? അപ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം, യഥാർത്ഥമായ ആനന്ദം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഓർക്കണേ, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത് നൽകാൻ സാധിച്ചു എന്നതിലാണ് യഥാർത്ഥമായ സന്തോഷം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എൻ്റെ സ്വർഗമാണ്. മറ്റുള്ളവർ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള താക്കോലുമാണ്. മകളെ, യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച സർവ്വ മക്കളും ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ തിരയടികളായി മാറട്ടെ. ഇതാ ആശ്വാസപ്രദനായ കർത്താവ്, സന്തോഷം പ്രദാനം ചെയ്യുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ, നിന്റെ കുടുംബത്തിൻ്റെ വാതിൽക്കൽ വന്ന് തട്ടി വിളിക്കുകയാണ്. പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.